നിന്റെ ദേഹത്ത് ഇടത്തില്ലടാ. അപ്പൊ നിനക്ക് ഇവിടെ ഇട്ടെങ്കിൽ കാണാലോ. നീ അവിടെ പോയി നിൽക്ക്, അവിടെ നിൽക്ക്. കാണാമോ ഗൈസ്? ഞാൻ ഈ പഴുതാരൻ അങ്ങ് ഇടുവാണ്. എനിക്ക് അറിയത്തില്ല തിന്നുവന്ന്. പല്ലീനെ പിടിക്കുന്ന എന്തിനാണ്? വെറുതെ പല്ലീനെ പിടിക്കും ആരെങ്കിലും മീൻ കൊടുക്കാൻ. ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൻ്റെ പേര് 7 വെൽക്കം ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. ഇവിടെ വേറെ ആളുണ്ട് കേട്ടോ. ഇവന്റെ പേരെന്താ അറിയോ? പേരാണോ എന്റെ? ശ്രീഹരി. ഫുൾ നെയിം പറ. ഇവൻ നമ്മുടെ കുഞ്ഞു മുട്ടയാണ് കേട്ടോ. ശ്രീഹരി പ്രഭ. അടിപൊളി. ബാ, അപ്പോ ഞാൻ ഹരിക്കുട്ടനും ഇന്ന് എന്തിനെ തപ്പി ഇറങ്ങിയാടാ? നമ്മൾ എന്നാത്തിന് പിടിക്കാനാ പോകുന്നേ? അയ്യോ, അതിന്റെ പേര് മറന്നു പോയിട്ടാണ് നീ പിടിക്കാൻ വന്നേ? നീ എന്നാലും ഒന്ന് ആലോചിച്ച് നോക്ക്. ഓ, എന്നാലും കണ്ടുപിടിക്ക്. യൂസ് യുവർ ബ്രെയിൻ. കണ്ടിട്ടില്ല? നീ ഡിസ്ക്രൈബ് ചെയ്യ എങ്ങനെ ഇരിക്കുന്നത് പറ. പെൻസിൽ പോലെ ഇരിക്കുന്ന സാധനം പല്ലിയാണോ? ഞങ്ങൾ കുറച്ച് പല്ലീനെ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ അരാപ്പൈമിക്ക് കൊടുക്കാനായിട്ട്. അരാപ്പൈമിക്ക് വേറെ ലൈബ്രറി കൊടുക്കാൻ വേറെ സാധനം ഒന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ പല്ലി പിടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. നീ എടപ്പോ എന്നതിനാ? എവിടെ പോവാ? ഇപ്പൊ പോരുത്, നിന്നെ ആവശ്യമുണ്ട് എനിക്ക്. ഈടാ മിടുക്ക, നീ അതിന് പോയതാണോ? കമോ. അപ്പൊ നമുക്ക് പല്ലിനെ പിടിക്കാം. വാ എടാ, പല്ലി എവിടെയായിരിക്കും കാണുന്നത്? അത് പറയാമോ ഗൈസ്? അപ്പൊ എന്നെ ആള് ഞാനും ഹരിക്കുട്ടനും കൂടെ പല്ലീനെ തപ്പി ഇറങ്ങിയാണ്. പല്ലിനെ കിട്ടോടാ നമുക്ക്? കിട്ടി കഴിഞ്ഞാൽ നീ ആ വഴി ഓടുവോ? ഉറപ്പാണേ? എത്ര ശതമാനം ഉറപ്പുണ്ട്? 100% ഉറപ്പാണോ? എനിക്ക് കോളേജിൽ നിന്ന് ഗിഫ്റ്റ് ചെയ്ത ക്ലാസ് കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ താഴെയിട്ട് പൊട്ടിച്ചു. മമ്മിയുടെ ഫേവറേറ്റ് ക്ലാസ് ആയിരുന്നു. കമോൺ ഹരിക്കുട്ടൻ. ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് തുടങ്ങുവാണ്. അവിടെ ചെടിച്ചട്ടിയൊക്കെ ഇരിപ്പുണ്ട്. അപ്പൊ ചെടിച്ചട്ടിയുടെ ഇടയ്ക്കാണെങ്കിൽ സാറിന് പല്ലി ഇരിക്കുന്നത്. നല്ല ഹരിക്കുട്ടാ. അപ്പൊ നമ്മൾ അതിന്റെ ഇടയ്ക്കെല്ലാം നോക്കാൻ പോണേ. അല്ല, അത് കുഴപ്പമില്ല. ഇപ്പൊ ഇവിടുന്ന് പോയാൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ പിന്നെ പിടിക്കാം. എടാ നോക്കിക്കോണേ. പല്ലിയുണ്ടോ? ഉറപ്പാണേ? ആ കണ്ട്. എടാ ഹരിക്കൂട്ടാ, സൂപ്പർ. ഹരിക്കൂട്ടൻ കണ്ടുപിടിച്ചേക്കോ. ഇത് പിടി. അടിച്ചു പോകുന്ന അവൻ അതിനകത്തേക്ക് ഇടാം. നീ പേടിക്കരുത്, തളരരുത്, പതറരുത് ഹരിക്കൂട്ടാ, പതറരുത്. പല്ലിയോ? പല്ലി കടിച്ചത് ആരെയും നീ കേട്ടിട്ടുണ്ട് ഇതുവരെ? ആണ്ട ഓടി ഓടി ഓടി. കണ്ട് ഗൈസ്. കണ്ട് പിടിക്ക്. അയ്യോ, കിട്ടിയടാ. പിടിക്ക്. വേണ്ട ഗൈസ്, സൂപ്പർ പല്ലി. എങ്ങനെയുണ്ട്? എന്നാ പിടിക്കണ. എടാ പിടിക്കണ. ഇതിനകത്ത് ഇട്ട് വെക്കാം അല്ലേ? പഴുതാര ഗൈസ്, പഴുതാര. എവിടെ? സെന്റിപ്പേഡ്. ഇതിനെ പിടിക്കണ. ഇതെന്താ? പഴുതാറോ എന്താ? എനിക്കൊന്നുമില്ല, ഞാൻ അത്ര മുറിക്കല്ലേ പിടിച്ചേക്കോ. ഗൈസ്, പഴുതാര. ഹരിക്കോട്ടൻ കണ്ടുപിടിച്ച പഴുതാര. യെസ്. തുറക്ക്. അയ്യോ, അത് പോയി. കേട്ടോ, കൊണ്ടുവാ. ഹരിക്കോട്ട, നിന്റെ കയ്യിലാണ് ചാടിയത്. മടുത്ത്. ഇനി പല്ലി കാണാൻ ചാൻസ് ഉള്ള സ്ഥലം ഇവിടെയാ. ഇവിടെ. ആ, പല്ലി വരുവാണെങ്കിൽ അവിടെ തടഞ്ഞു നിർത്തിക്കോണേ. ചൂടുണ്ടോ വേറെ? എവിടെ?
ഇരിപ്പുണ്ടോ? നീ കണ്ടോ? എന്നാ പോയി എടുത്തോണ്ട് വാ. ഇവിടെ മിക്കവാറും തന്നെ പല്ലി കാണും. നീ സൂക്ഷിച്ച് നിന്നോണം, പ്രിപ്പയർ ആയിട്ട് നിന്നോണം. മിക്കവാറും ഇതിലും വരത്തുള്ളൂ. അടിച്ചോ, ഒറ്റ അടിക്ക് പരത്തിക്കണം കേട്ടോ. ഓക്കെ, റെഡിയാണോ? എടാ പല്ലിയുണ്ട്, 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 പല്ലിയുണ്ട്. അതെ കട കട ഇങ്ങോട്ട് വരുത്തരുത്, ഇങ്ങോട്ട് വരുത്തരുത്. അങ്ങോട്ട് അങ്ങോട്ട് ഞാൻ വരുത്താം, അങ്ങോട്ട് വരുത്താം, അങ്ങോട്ട് വരുത്താം. നീ അടിക്കരുത്. നീ അപ്പുറവും അപ്പുറവും. ആ വേണ്ട വേണ്ടേ, വേണ്ട വേണ്ടേ, അടിക്കട്ടെ. കിട്ടി കിട്ടി, 2. തുറക്ക് തുറക്ക്. ഇല്ല, അങ്ങനെ നിന്റെ കൈ ഇടത്തില്ല. നീ തുറക്ക്, നീ തുറക്ക് തുറക്ക്. ഉണ്ട്, ഓൾ സെറ്റ്. നമ്മുടെ മീനിനെ പിടിക്കാനായിട്ടൊരു തവള, നമ്മൾ ക്ഷണിക്കാത്തൊരു അതിഥി ഇതിനകത്ത് വന്നിട്ടുണ്ട്. ആ അതിഥി, ആ വേണ്ടിരിക്കുന്നു. കണ്ടോ 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 കണ്ടോ? അതിനെ പിടിക്കണം. അവിടെ നിന്ന് പോയിട്ട് അവിടെ കണ്ണിലോട്ട് വെട്ടടിക്കേ. ആ അവിടെ നിന്ന് കണ്ണിലോട്ട് വെട്ടടി. അവനൊന്നും കാണാൻ പറ്റാത്ത പോലെ കണ്ണ് മഞ്ഞളിച്ച് പോകണം. ആ കണ്ട് കണ്ട് കണ്ട്. വേണ്ട, ഇവിടെ ഇരിപ്പുണ്ട് അവൻ കാര്യം. കിട്ടടാ, കിട്ടി 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 കയറി കിട്ടാ. വാ ഇത് പിടി. വേണ്ടേ, അതല്ല, നമ്മൾ പച്ചത്തവളേനെ കൊല്ലാൻ പാടില്ല. നീ പറഞ്ഞുതരാം. സീരിയസ് ആയിട്ട് പറഞ്ഞ, തമാശ പറഞ്ഞല്ല. അല്ല, ഇതിന് മീൻ കൊടുക്കത്തില്ല. അതിനല്ല പറയുന്നത്. ഞാൻ ഇവിടെ അവിടെ കൊണ്ട് വിടാൻ പോവാ. പച്ചത്തവള, ഇത് പച്ചത്തവള. ഇതാണെങ്കിൽ അടുത്ത് വാ. ഇങ്ങനെ പച്ച ഇറങ്ങണ്ടോ? നിന്റെ ദേഹത്ത് ഇടത്തില്ലടാ. ഇത് പച്ചത്തവള. പച്ചത്തവളെ നമ്മൾ കൊല്ലാൻ പാടില്ല. അതിനെ കൊന്നു കഴിഞ്ഞാൽ കേസാ, അതറിയോ? അങ്ങനെയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കൊല്ലരുത്, നമ്മൾ മാറ്റി വിടണം കേട്ടോ. പോയിടോ കേട്ടോ. വാ. അപ്പോൾ ഇനി ഞാൻ ഹരിക്കുട്ടനും കൂടെ നേരെ മേളിൽ പോയി നമ്മുടെ അരാപ്പയ്മയ്ക്ക് നമ്മൾ ഇന്ന് പിടിച്ച് ലേബേറ്റ് കൊടുക്കാൻ പോവാണ്. മീനായിട്ടുണ്ടോ നോക്കി, മീനായിട്ടുണ്ടോ നോക്കി. ബഹളം ഉണ്ടാക്കരുത്. അപ്പോൾ നമ്മൾ നമ്മുടെ അരാപ്പയ്മയുടെ വല മാറ്റുവാണ്. വല മാറ്റിയതേ ഇതേ നിൽക്കുന്നത് മേളിൽ നിന്ന്. അപ്പോൾ പുള്ളിക്ക് വിശക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമേ കിട്ടുന്ന ആരം നോക്കാം. അടയ്ക്ക് അടച്ചോ അടച്ചോ. ബാ. അപ്പോൾ നമ്മൾ ആദ്യം പിടിച്ച പല്ലീനെ കൊടുക്കുവാണ്. നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ പല്ലി വന്നാൽ നമ്മളതിന് തല്ലിക്കൊല്ലാറാ പതിവ്. കാര്യം എന്താ വെച്ചാൽ ഇത് വെറുതെ നമ്മുടെ പാത്രത്തിനകത്തും ഒക്കെ കയറിയിരിക്കും. അതുകൊണ്ട് നമ്മൾ സാധാരണ തല്ലിക്കൊല്ലുന്നതിനെ ഇതിനിട്ട് കൊടുക്കും. ഇത് കണ്ടോണം. ഓ വെട്ടിയില്ല. പുള്ളി കണ്ടില്ല. ആടി പോളി. തിന്നല്ല, വിശന്നിരിക്കുവ അല്ലേ? പാവുണ്ടല്ലേ. ഇനി എന്നൊക്കെയാ ഉള്ളേ? തുറക്കുമ്പോളെ കയ്യിലോട്ട് ചാടി കയറില്ല കേട്ടോ. ചുമ്മാ പറഞ്ഞേ വാ. അങ്ങനെ നീ ഷർട്ടൊക്കെ ഇട്ടോണ്ട് നീ രജനീകാന്തിനെ പോലെ എന്നിട്ട് നിനക്ക് പേടിയോ? എവിടെ ഇരിക്കുന്നത്? ചിരിച്ച്. ഗൈസ്, നമ്മുടെ രണ്ടാമത്തെ പല്ലി നമ്മുടെ അരാപ്പയ്മ ഇവിടെ വെയിറ്റിംഗ്. അതിന് കഴിക്കൂടെ കാണിച്ചിട്ടാ. ബാ. ഇപ്പൊ കാണോ? ഇപ്പൊ കാണോ? ഗൈസ്, ഒന്നും നോക്കിയില്ല. പുള്ളി നല്ലതായിട്ട് വിശന്നിരിക്കണോ അല്ലേ? അല്ലേ? പേപ്പറിലോട്ട് ഇടണം. ബാ, അടുത്ത് വന്നിട്ട് ഇത് മരുന്ന്. നമ്മളിനി കൊടുക്കാൻ പോകുന്നത് പഴുതാരനാണ് കേട്ടോ. എനിക്കറിയത്തില്ല പഴുതാരനെ ഇത് തിന്നുമോന്ന്. പക്ഷെ നമ്മൾ എന്താണെങ്കിലും പഴുതാരനെ കൊടുക്കാൻ പോകണം കേട്ടോ. പഴുതാരനെ മീൻ തിന്നുമോ? നിങ്ങൾ തോന്നുന്നുണ്ടോ അല്ലേ? അത്രയ്ക്ക് വിഷം നിൽക്കുമല്ലേ? ഇതെടുത്ത് മാറ്റിക്ക്. പഴുതാരനെ ഇടാം. നീ അപ്പുറം സൈഡിൽ നിൽക്ക്. അപ്പൊ നിനക്ക് ഇവിടെ ഇട്ടെങ്കിൽ കാണാലോ. നീ അവിടെ പോയി നിൽക്ക്. അവിടെ നിൽക്ക്. കാണാമോ ഗൈസ്? ഞാൻ ഈ പഴുതാരനെ ഇടുവാണ്. എനിക്ക് അറിയത്തില്ല തിന്നുമോന്ന്. ഓ തിന്നടാ, ഒരു പ്രശ്നമില്ല തിന്നത്. നോക്കി. കാരണം ഞാനിത് ഓൾറെഡി യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്.
പഴുതാരനെയൊക്കെ ഓസ്കാറിനും അരാപ്പൈമയ്ക്ക് കൊടുക്കുന്നത്. എടാ നീ ഓർത്തോ തിന്നുന്നത് അല്ലേ? നിനക്കറിയാതെ നിനക്ക് മനസ്സിലായി തിന്നുമായിരിക്കും ഈ വലിയ ഇത് എല്ലാം തിന്നും അല്ലേ? അപ്പൊ എന്താണെങ്കിലും ഞങ്ങൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ ഒരിക്കലും ഓർത്തില്ല കേട്ടോ നമ്മൾ അരാപ്പയും ഇത്രയും വിശന്ന് നിൽക്കുക. നമ്മൾ കൊടുത്തെല്ലാം കഴിച്ചു. അപ്പൊ നമ്മുടെ 2-3 വീഡിയോസിന് മുമ്പ് നമ്മളൊരു 1 മാസം മുമ്പിട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു. ഈ അരാപ്പൈമിനെ മേടിച്ച സമയത്ത് ഇതിന് പേരിടുന്ന ആൾക്ക് നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ ലൈക്ക് വന്ന കമന്റ് എഡിറ്റഡ് കമന്റ് ആണ്, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതല്ല. പിന്നെ രണ്ടാമത് വന്ന കമന്റ് മിസ്റ്റർ SV46 എന്ന് പറയുന്ന ഒരാൾ കമൻറ്റ് ചെയ്ത ആളുടെ പേര് നമുക്കറിയത്തില്ല. 203 ലൈക്കാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആളിട്ടിരിക്കുന്ന പേര് പ്രവാസി എന്നാണ്, വിദേശത്തു നിന്ന് വന്നതല്ലേ, അതുകൊണ്ട് പ്രവാസിന് ഇടാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പുള്ളിക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് ഹരി കൂടെ കാണിച്ചു കൊടുത്തേ. നമ്മളൊരു ലിവർ ബോക്സും അതുപോലെ തന്നെ സീമൻ്റെ ഒരു പാക്കറ്റ് ഷാഡുമാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ആൾ നമ്പർ തിരിച്ചയച്ചു കഴിയുമ്പോൾ ഉടനെ നമ്മൾ ആളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ്. അടുത്തൊരു വീഡിയോ ഉടനെ വരുന്നതാണ് കേട്ടോ. അതിക്കൂടെ ഒരു താങ്ക്സ് പറയുക. ബൈ ബൈ. താങ്ക്സ്. നീ എന്തൊരു താങ്ക്സ് പറഞ്ഞേ? ഓക്കെ. ഇതിന് മുമ്പത്തെ വീഡിയോയിലെ മുട്ട നീ തന്നെയാണല്ലേ? നമ്മൾ ഇതിന് മുമ്പ് നമ്മുടെ ഓസ്കാറിനൊക്കെ തീറ്റ കൊടുക്കുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യായിരുന്നു. അപ്പോൾ ആ വീഡിയോക്കകത്ത് അവനുണ്ട്. അന്നും അവൻ മുട്ടയായിരുന്നു, മുടി വളർന്നില്ല. അപ്പോൾ ബൈ ബൈ.